ഹായ് ഗൈസ്, എല്ലാവർക്കും JK ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് പിരമിഡ് ക്യൂബ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതും നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു അൽഗോരിതംസും യൂസ് ചെയ്യാതെയൊക്കെയാണ് ഞാനിതിൽ സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഉള്ളത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റെപ്പും കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പിരമിഡ് പസിൽ സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ അൽഗോരിതംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് നേരെ സോൾവിങ്ങിലേക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പീസസ് പരിചയപ്പെടാം. ഇത് മൂന്നുമാണ് ഇതിൻ്റെ കോർണേഴ്സ്, പിന്നെ ഇത് മൂന്നാണ് ഇതിൻ്റെ സെൻറ്റേഴ്സ്, ഇത് മൂന്നും, പിന്നെ ഇതാണ് ഇതിൻ്റെ എഡ്ജസ്. അപ്പോൾ നമുക്ക് നേരെ സോൾവിങ്ങിലേക്ക് എടുക്കാം. അപ്പം ആദ്യം നമുക്ക് എല്ലാ കോർണേഴ്സും പിന്നെ ആ ഒരു സെൻറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ എല്ലാത്തിൻ്റെയും മാച്ച് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ എല്ലാത്തിൻ്റെ ആ ഒരു കോർണർ സെൻറ്ററായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാത്തിൻ്റെയും ആദ്യം നമ്മൾ പിരമിഡ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ആ ഒരു 3 സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് മൂന്നും ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക ഓരോ വശങ്ങളും. അപ്പം നമുക്ക് ആ സെൻറ്റേഴ്സ് ഒരു കളർ കിട്ടും. ആ ഒരു കളർ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ പിടിച്ച ആ ഒരു വശത്തിൻ്റെ കളർ എന്ന് പറയുന്നത്. 3 സ്ഥലവും കിട്ടണം, എന്നാൽ മാത്രമേ ആ ഒരു ഫേസ് ആ നിറമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളിവിടെ റെഡ് നോക്കുന്നുണ്ട്, പക്ഷേ റെഡില്ല. ഇനി നോക്കുകയാണെങ്കിൽ 3 വശത്തുള്ളത് നീലയായിരിക്കും. ഞാൻ നീല ഒന്ന് ആക്കി നോക്കുന്നുണ്ട് ഇതുപോലെ. അപ്പം ഞാനിപ്പം കാണിച്ച ആ ഒരു വശം നീലയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജസ് നമുക്ക് സോൾവ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഡൗൺ ആയിട്ട് പിടിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജസ് സോൾവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു നീല പീസ് ഉണ്ട്, നീലയും മഞ്ഞയും വരുന്ന അത് അതിൻ്റെ പൊസിഷനിൽ നമുക്ക് കറക്റ്റ് കൊണ്ടുവയ്ക്കാം. ഇപ്പം മഞ്ഞ എവിടെയാണോ വരുന്നത്, താഴെ മഞ്ഞ ആ ഒരു ഫസ്റ്റ് ലെയർ നോക്കിയിട്ട് അവിടെ എവിടെയാണോ 2 സെൻറ്റേഴ്സിൽ മഞ്ഞ വരുന്നത്, താഴത്തെ 2 സെൻറ്റേഴ്സിൽ മഞ്ഞ വരുന്നത്, ആ നീല നമുക്ക് അവിടെ ഫേസിൽ വരുന്ന രീതിയിൽ കൊണ്ടുവച്ചിട്ട് ആ ഒരു നീലേൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പം നീല നിൽക്കുന്നത് ലെഫ്റ്റിലാണെങ്കിൽ റൈറ്റിലേക്ക്, ഇനിയിപ്പം റൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക്, അതുപോലെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അപ്പം ആ ഒരു നീല നേരെ ഓപ്പോസിറ്റ് ടേൺ ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് ആ ഒരു റോ ആ നീല സ്റ്റിക്കർ എവിടെയെന്നുണ്ടായ അങ്ങോട്ടൊന്ന് പൊന്തിക്കുക. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. രണ്ടും നമ്മൾ പൊന്തിച്ചതും നമ്മൾ മാറ്റി വെച്ചതും അതുപോലെ നമുക്ക് എല്ലാം ചെയ്യാം. ഇപ്പം ഇവിടെ പച്ചയും നീലയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ പൊസിഷൻ ആ നീല പച്ചേൻ്റെ ഫേസ് ഭാഗത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് ലെഫ്റ്റിലാണ് നിൽക്കുന്നത്, അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് നമുക്ക് അത് ആ റോ പൊന്തിച്ചിട്ട് റിട്ടേൺ ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചതും പൊന്തിച്ചതും റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം അത് ഇവിടെ കറക്റ്റിലാണ് നിൽക്കുന്നത്, ആ നീലയും ആ ഒരു റെഡും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതും അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റ് ടേൺ ചെയ്യുക, എന്നിട്ട് പൊന്തിക്കുക, എന്നിട്ട് റിട്ടേൺ ചെയ്യാം. ഇപ്പം നമ്മളെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലെയറിൽ വരുന്ന മറ്റൊരു കേസാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ താഴെ ഒരു നീല റെഡി ആയിട്ടില്ല, മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു നീല ഉള്ളതുമായിട്ട് കാണുന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതവിടെ ട്വിസ്റ്റായി കിടക്കുന്നുണ്ടാകും. ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വെറുതെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ നമ്മളിപ്പോൾ ആ ഒരു റെഡും മഞ്ഞയാണ് വെറുതെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഉള്ള പീസ് പുറത്തേക്ക് എത്തിയിട്ട് ആ ഒരു റെഡും മഞ്ഞയും അവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ആ ഒരു നീലയും പച്ചയും ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ടേൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു മാറ്റി വെച്ചതും നമ്മൾ ആ ഒരു പൊന്തിച്ചതും റിട്ടേൺ ചെയ്യാം. ഇപ്പം ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ആ ഒരു സെൻറ്ററും പിന്നെ ആ ഒരു ഓരോരോ ഇതും ഉണ്ടാവുമല്ലോ, ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു എഡ്ജ് നമ്മൾ ചെയ്ത ആ ഒരു എഡ്ജിൻ്റെ ആ നീലയല്ലാത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ എഡ്ജിൻ്റെ നീലയും ഇപ്പം നീലയും പച്ചയും നീലയും റെഡും നീലയും മഞ്ഞയും അതുപോലെ ആ ഒരു സെൻറ്ററും ഉണ്ടാവും ആ കളറിൽ വരുന്ന. അപ്പം പച്ചയാണെങ്കിൽ പച്ചയായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ ഓരോന്നായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. മീൻസ്
ഏത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തില്ലേ, അതുപോലെ ഇപ്പോൾ ഞാനിവിടെ പച്ച കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് നമുക്ക് പച്ചേൻ്റെ ആ ഒരു ഇത് ആ ഒരു 3 സെൻറ്റേഴ്സ് താഴോട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു എഡ്ജസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. മീൻസ് നമ്മൾ ആ ഒരു നീല ചെയ്ത പോലെ ഇവിടെ നമ്മൾ നീല ചെയ്തത് മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ, മീൻസ് നമ്മൾ ചെയ്ത് വെച്ചത് പോകുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഈ സ്റ്റെപ്സ്. മീൻസ് നമ്മൾ ആ ഒരു എഡ്ജസ് ഓരോന്നിൻ്റെ ഇപ്പം ഒരു കളർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കളർ ചെയ്യുക, അത് കഴിഞ്ഞാൽ അടുത്ത കളർ ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പിരമിഡ് സോൾവ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു പിരമിഡ് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ടിപ്സ് എന്നൊക്കെ ഉള്ളത്. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇൻ്റർനെറ്റ് സ്പീഡിൽ അൽഗോരിതം ഒക്കെ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇടാവുന്നതാണ്. ഇനി എൻ്റെ 3x3 റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ അറിയാത്തവർക്ക് ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.